നീതി ലഭിക്കുന്നില്ല ഇതിലാണ് ഉറപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ചാനൽ ടൺ എത്തി നിൽക്കുന്നത് മഞ്ചേരി മുള്ളമ്പാറയിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ചേരി MLA അഡ്വക്കേറ്റ് UA ലത്തീഫ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വികസനവുമായി ബന്ധപ്പെട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വന്ന ഒരു കമന്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആ ഒരു കമന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമന്റ് ഇട്ട വ്യക്തിയെ MLAയുടെ മകൻ അമീറും സംഘവും ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ മർദ്ദിച്ചിരുന്നു. ആ വാർത്ത ചാനൽ ടൺ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഫേസ്ബുക്ക് കമന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ചേരി മുള്ളമ്പാറ ബിസ്മി കുൾബാർ ഉടമ കൂളിയോടൻ ലത്തീഫിനാണ് വലിയ രീതിയിൽ മർദ്ദനമേറ്റിട്ടുള്ളത്. നമ്മളോടൊപ്പം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുള്ളമ്പാറ സ്വദേശി കൂളിയോടൻ ലത്തീഫ് കൂടെയുണ്ട്. എന്താണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിക്കപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്, ഒന്ന് വിശദീകരിക്കാം. എന്താ അക്രമത്തിന് അവരിങ്ങോട്ട് വന്ന് ആക്രമിച്ചാണ്. അവര് പറഞ്ഞ് കമന്റ് ഇട്ടു എന്നാ, ഞാൻ കമന്റ് ഒന്നും ഇട്ടിട്ടില്ല. അത് പറഞ്ഞിട്ടാണ് അവരെന്നെ തല്ലിയത്. ഒരു 6 ആളുകൾ ഒരുമിച്ച് വന്ന് ആദ്യം തച്ച്, പിന്നെ ആളുകൾ കുറെ അവർ വന്നു, പിന്നെ അവർ കടകളൊക്കെ ആക്രമിച്ചു. അത്രേ ഉള്ളൂ. ഒക്കെ CCTV ദൃശ്യങ്ങളുണ്ട്. ഫസ്റ്റ് അടിക്കണ തന്നെ അവരുടെ നേതാവ് നേതാവ് അമീറാണ് ആദ്യം അടിച്ചത്. ഒക്കെ CCTV ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല. കടകൾ അവര് തച്ച് തകർത്തുണ്ട്. കുറെ ആളുകൾ വീണ്ടും വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറെ നാശനഷ്ടങ്ങളുണ്ട്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. നീതി ലഭിക്കുന്നില്ല ഇതിലാണ് ഉറപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാം പോലീസിന്റെ നീതി പോലെ ഇരിക്കും. വലിയ രീതിയിലുള്ള മർദ്ദനമാണ് MLAയുടെ മകനിൽ നിന്നും സംഘത്തിൽ നിന്നും അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. കടയ്ക്കും വലിയ രീതിയിൽ തന്നെ നാശനഷ്ടമുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീതി ലഭിക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. മുള്ളമ്പാറയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ ടൺ, മഞ്ചേരി. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ 150 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൌകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. കൂടെയുണ്ട് കരുതലായി.